ഇന്ത്യൻ ട്രൂത്തിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സംഗീത അധ്യാപകനും പിന്നണി ഗായകനുമായ ശ്രീ ശ്രീജിത്ത് കൃഷ്ണയാണ്. മാഷിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പാട്ടാവാം. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. സാറിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഫാമിലി, എനിക്ക് ഭാര്യയും 2 കുട്ടികളും, അച്ഛൻ, അമ്മ, ഒരു ബ്രദറുണ്ട്. കുഞ്ഞുനാളിൽ തുടങ്ങിയിട്ടുണ്ടോ മാഷിന് സംഗീതത്തോടുള്ള ഈ അഭിരുചി? കുഞ്ഞുനാളിൽ പാട്ടിനോട് ഇഷ്ടമായിരുന്നു. സ്കൂളിലൊക്കെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കവിതകൾ, പദ്യങ്ങളൊക്കെ ഈണത്തിൽ ചൊല്ലുന്നത് കേട്ടിട്ട് ടീച്ചർമാരെ ഈണത്തിൽ പാടിപ്പിക്കുമായിരുന്നു ക്ലാസ്സിൽ, UP ക്ലാസ്സിൽ നിന്നൊക്കെ. അപ്പോൾ അപ്പോഴൊന്നും പാട്ട് പഠിക്കാനോ സംഗീതത്തെ കൂടുതൽ അറിയാനോ എന്നുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അന്ന് പണ്ട് കാലത്ത് നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കഴിവ് കണ്ടെത്തിയിട്ട് പഠിപ്പിക്കാനോ, അന്ന് ക്ലാസ്സുകളും വളരെ കുറവായിരുന്നു, സംഗീത ക്ലാസ്സുകൾ. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും ക്ലാസ് ഉണ്ടല്ലോ. അപ്പം അന്ന് ക്ലാസ്സുകളും കുറവായിരുന്നു. അപ്പം അതിനുള്ള സാഹചര്യം കുട്ടിക്കാലത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഡിഗ്രി പഠനകാലത്താണ് അതിനുള്ളൊരു സാഹചര്യം ദൈവ നിയോഗം പോലെ ഒരു നിമിത്തം പോലെ വന്നു ചേരുന്നത്. പഠിക്കുന്ന സമയത്ത് സംഗീതാധ്യാപകനാകാൻ തന്നെയായിരുന്നു ആഗ്രഹം, അതോ മറ്റേതെങ്കിലും മേഖലയിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് പാട്ടിനൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കും. പക്ഷെ എനിക്ക് സമ്മാനമൊന്നും കിട്ടാറൊന്നുമില്ല. കാരണം ഒരു പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കോളേജ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പാലൽ കോളേജിൽ ഞാൻ ചേർന്ന സമയത്ത് അവിടെ നിന്ന് എൻ്റെ പാടാനുള്ള കഴിവ് കണ്ടെത്തിയിട്ട് അവിടെയുള്ള അധ്യാപകർ തന്നെ സ്റ്റേജുകളിൽ പ്രോഗ്രാമിന് പേരൊക്കെ കൊടുത്തു. വിവിധ കലാമത്സരങ്ങൾക്ക് ഞാൻ മിമിക്രി എനിക്ക് ഇഷ്ടമായിരുന്നു. മോണാക്ട്, കവിത, മാപ്പിളപ്പാട്ട്, പ്രച്ഛന വേഷം, അങ്ങനെ എല്ലാ പരിപാടികൾക്കും അങ്ങനെ പിന്നെ നമ്മളൊരു വേദി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലമായിരുന്നു. ഒരു വേദിയിൽ ഒരു പാട്ട് പാടണം എന്ന് ആഗ്രഹിച്ച് മൈക്കിന്റെ മുമ്പിൽ ഒരു പാട്ട് പാടിയിട്ട് എൻ്റെ ശബ്ദം മൈക്കിലൂടെ സ്പീക്കറിലൂടെ കേൾക്കാനുള്ളൊരു ആഗ്രഹം ഉള്ളൊരു കാലം ആയിരുന്നു. അങ്ങനെ അവിടുന്ന് അധ്യാപകരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച് അന്ന് പാലൽ കോളേജ് കലോത്സവത്തിലെ കലാപ്രതിഭയായി ആദ്യമായിട്ട്. സ്കൂളിൽ നിന്നും എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. അന്ന് ടീച്ചർമാരെയൊക്കെ മക്കളുണ്ടാവും പ്രൈസ് വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ കലാപ്രതിഭയായി. പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് എനിക്ക് സംഗീതം പഠിക്കാനുള്ളൊരു ഭാഗ്യം പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ മുഖാന്തരം അതിനുള്ളൊരു വഴിത്തിരിവായത്. പാലക്കാട് കോളേജിൽ, സംഗീത കോളേജിൽ ചേർന്നതിന് ശേഷമാണ് സംഗീതത്തിലേക്ക് വന്നിട്ടുള്ളത്, പാട്ടിലേക്ക് പൂർണ്ണമായിട്ട് വന്നത്. അപ്പോൾ അന്ന് പഠിക്കുന്ന കാലത്ത് അധ്യാപകനാണെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇവിടെ സംഗീത സ്ഥാപനം നടത്തി വരുന്നുണ്ടല്ലോ. ഇപ്പം പേരാമ്പ്രയിൽ ശ്രീരാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗീത കലാസ്ഥാപനം 5 വർഷമായി ഇപ്പം നല്ല രീതിയിൽ നടന്നു പോകുന്നു. ഏകദേശം 300ഓളം സംഗീത വിദ്യാർത്ഥികൾ അവിടെ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികളെ ദൈവാനുഗ്രഹത്താൽ മുൻപന്തിയിലേക്ക്, മുൻനിരയിലേക്ക് കൊണ്ടുവരാനും സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ വിവിധ ചാനലുകളാവട്ടെ അതിൽ കൂടെയൊക്കെ കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് അതിലൊരു നിമിത്തമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതെ, വിവിധ പ്രായത്തിലുള്ള 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ എൻ്റെ കീഴിൽ സംഗീതം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഒരു സ്കൂളിലെ അധ്യാപകനായിട്ട്, ഞാൻ വർഷങ്ങളായിട്ട് 23 വർഷമായിട്ട് സംഗീത അധ്യാപകനായിട്ട് സ്കൂളിൽ ജോലി ചെയ്യാണ്. ഇപ്പം പേരാമ്പ്ര സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ
മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നതും കൂടെ ഉണ്ട്. ഗായകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായത് നമ്മുടെ കൈരളി ചാനലിലെ പട്ടുറുമാൽ എന്നുള്ള പരിപാടിയിലാണല്ലോ. സാറിന്റെ അനുഭവം ഒന്ന് പറയും പട്ടുറുമാൽ പരിപാടിയെ കുറിച്ച്. പട്ടുറുമാൽ എന്ന റിയാലിറ്റി ഷോയിൽ കൂടെ തന്നെയാണ് ഞാനെന്ന ഗായകനെ എൻ്റെ നാട്ടുകാർ പോലും അറിയുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ പലരും ഇവനൊരു പാട്ടുകാരനാണ് എന്ന് ഒരുപക്ഷെ അറിയുന്നത് ആ ഒരു പ്രോഗ്രാമിൽ കൂടെയാണ്. അതെനിക്ക് നല്ലൊരു റീച്ചിങ് ആണ് തന്നിട്ടുള്ളത് കൈരളി ടി വിയിൽ. ആ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എനിക്ക് ധാരാളം വേദികൾ ദൈവാനുഗ്രഹത്താൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഫൈനൽ വരെ നമ്മളുണ്ടായിരുന്നു, ഒരു വർഷം വരെ ഉണ്ടായിരുന്നു. ആ കാലത്ത് റിയാലിറ്റി ഷോ, സ്റ്റാർ സിംഗർ അതുപോലുള്ള റിയാലിറ്റി ഷോകളിൽ കുട്ടികൾ തിളങ്ങുന്ന ഒരു ടൈം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു ചാനലിൽ എനിക്കും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം, ഒന്നും അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും പോയിരുന്നു സ്റ്റാർ സിംഗറൊക്കെ, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. നിരാശ ഉണ്ടായിരുന്നു കുറേയൊക്കെ. പിന്നെ ഒരു നാള് വരും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടെ തന്നെ കാത്തിരുന്നു. അങ്ങനെയാണ് കൈരളി ടി വിയിൽ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് എനിക്ക് അവിടെ കിട്ടുന്നത്. അതിനുശേഷം ഒത്തിരി വേദികൾ ദൈവാനുഗ്രഹത്തിൽ ഇപ്പോൾ പോലും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ എനിക്ക് പട്ടുറുമാൽ ഫെയിം എന്നുള്ള ഒരു പേരിലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മാഷിന് ഗ്രൂമർ ആയിട്ട് കിട്ടിയില്ലേ മീഡിയ വണ്ണിൽ, അതും മറ്റൊരു അനുഭവമാണ്. അതെ, അത് ഈ പട്ടുറുമാലിന് ശേഷം മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ആണ് കൈരളി മീഡിയ വൺ 14 രാവ് എന്ന പ്രോഗ്രാം. അതിൽ ഗസ്റ്റായിട്ട് തന്നെ വിളിക്കാറുണ്ടായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. പട്ടുറുമാലിൻ്റെ പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്, ജ്യോതിഷ് വെള്ളാനല്ലൂർ. ജ്യോതിയേട്ടൻ വിളിച്ചിട്ടാണ് 14 രാവിലെ ഞാൻ ആദ്യം ഗസ്റ്റായിട്ട് എത്തുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷം 14 രാവ് സീസൺ 6 ഗ്രൂമറായിട്ട് എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നണി ഗാന രംഗത്തും ഇപ്പോൾ മാഷിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണ് മാഷ് പാടിയത്? വലിയ സംഭവമൊന്നുമല്ല, വലിയ ഒന്നുമല്ല, എന്നാലും പറയാൻ പിന്നണി ഗായകൻ എന്നുള്ളൊരു ചെറിയൊരു പേര്, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വൃത്തം എന്ന ഒരു മലയാള ചലച്ചിത്രം, ശ്രീഷ് ഗോപാൽ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ, അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. നവോദയ ബാലകൃഷ്ണൻ മാഷിന്റെ സംഗീതത്തിൽ ഒരു നല്ലൊരു മലയാള ഗാനം പാടാനുള്ള, മെലഡി ഗാനം പാടാനുള്ള ഒരു ഭാഗ്യം. അത് മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായകൻ പി ജയചന്ദ്ര സാറ് കൂടെ ഒരു പാട്ട് ഫിലിമിൽ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഫിലിമിൽ പാടാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. പടം ഇറങ്ങാനിരിക്കുകയാണ്. നല്ല ഒരു പാട്ടാണ്, നല്ലൊരു അഭിപ്രായമുള്ളൊരു പാട്ടാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവാനുഗ്രഹത്താൽ എന്താ പറയുക, ഒരു പ്രതീക്ഷയുള്ള ഒരു പാട്ടാണ്. പിന്നെ വേറെ ഒരു നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ 2 ഗാനങ്ങൾക്ക് മ്യൂസിക് സംഗീതം നൽകാനും പാടാനും ഒരു പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഇനിയും കൂടുതൽ അറിയപ്പെടട്ടെ, പാട്ടുകൾ എല്ലാവർക്കും പ്രിയമായുള്ള പാട്ടായി മാറട്ടെ. കാരണം ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷകരായിട്ട്. ഒത്തിരി ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ, സംഗീത ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു അവാർഡ് മികച്ച ഗായകനുള്ള 2013 മികച്ച ഗായകനുള്ള ശാന്താദേവി പുരസ്കാരം. അത് ശ്രീ രമേശ് കാവിൽ സാറ് എഴുതിയ അമ്മ മലയാളം എന്ന ഒരു ഗാനത്തിന് മികച്ച ഗായകനുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അടുത്തിപ്പോൾ 2024 വയനാട് വെച്ച് നടന്ന സംസ്ഥാന നാടക മത്സരത്തിൽ മികച്ച ഗായകനുള്ള ഒരു അവാർഡ്, അതും രമേശ് കാവൽ സാറാണ് ആ പാട്ട് എഴുതിയത്. രാജീവ് മാമ്പള്ളി സംവിധാനം ചെയ്തിട്ടുള്ള ആകാശം വരയ്ക്കുന്നവർ ഓച്ചിറ തിരുവരങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാട്ടിന് എനിക്ക് ഒരു അവാർഡ്, മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അഭിനയ രംഗത്ത് ഞാൻ ചെയ്യുന്ന ആൽബം സോങ്ങുകളിൽ ചില വേഷങ്ങളിലൊക്കെ, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ആരും വിളിക്കലില്ല, വിളിച്ചാല് താല്പര്യമുണ്ട്. പിന്നെ സാറിന്റെ സഹപാഠിയായിരുന്ന മനോജ് എന്ന ഗായകനെ കണ്ടെത്തിയത് വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. മനോജും ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ച പാലക്കാട് മ്യൂസിക് കോളേജിൽ
ഒന്നിച്ച് പഠിച്ച എൻ്റെ സഹപാഠിയായിരുന്നു മനോജ് എന്ന് പറയുന്നത്. 2001 പാലക്കാട് മ്യൂസിക് കോളേജിൽ ഞങ്ങൾ പിരിയുന്നത്. 4 വർഷത്തെ സംഗീത പഠനത്തിന് ശേഷം പിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ 1-2 ഗെറ്റ് ടുഗദർ, 10 വർഷത്തിന് ശേഷം ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു. ആ സമയത്തൊന്നും മനോജിനെ കണ്ടിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു മനോജ് ചെറിയ വിഷയങ്ങളൊക്കെ ആയിട്ട്, മാനസികാസ്വസ്ഥയൊക്കെ ആയിട്ട് അവൻ വീട്ടിലില്ല, എവിടെയൊക്കെയോ അങ്ങനെ ആണ്, അവനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല എന്നാണ് 10 വർഷത്തിന് ശേഷം. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ അവനെ ഗുരുവായൂർ വെച്ച് കണ്ടവരുണ്ട്, ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് കണ്ടവരുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള എവിടെയാണെന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ 4-5-6 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അവൻ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പാടുന്ന ഒരു വീഡിയോ ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടി. പക്ഷെ ആ ശബ്ദം കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത് മനോജ് ആണ്. രൂപം കണ്ടാൽ ഒരു 75 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു രൂപമായിരുന്നു. നിങ്ങൾ കണ്ട അതെ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഇട്ടു. അതിൽ ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തു, ഇത് എൻ്റെ കൂടെ പഠിച്ച മനോജ് എന്ന് പറഞ്ഞ സഹപാഠിയാണ്. ഇദ്ദേഹത്തിനെ പറ്റി ഒരു വിവരമില്ല, അദ്ദേഹം എവിടെയാണെന്നും അറിയില്ല. ഞങ്ങൾ കണ്ടിട്ട് വർഷങ്ങളായി, 25 വർഷമായി, 23 വർഷമായി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇയാളെ പറ്റി അറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് നമ്പറും കൊടുത്തു. അപ്പോൾ അന്ന് ഒരു മണിക്കൂറിനുള്ളിലാണ് അത് ഭയങ്കരമായിട്ട് കത്തിക്കയറി. നിരവധി ആളുകൾ ഷെയർ ചെയ്യും, സോഷ്യൽ മീഡിയയിലും ഫേമസ് ആയിട്ടുള്ള പിന്നെ പ്ലേബാക്ക് സിംഗേഴ്സ് വരെ ഷെയർ ചെയ്യും. നാദിർഷ, മിഥുൻ രമേശ്, പിന്നെ MG ശ്രീകുമാർ, അങ്ങനെയുള്ള കുറേ ആളുകൾ ഷെയർ ചെയ്തു. അങ്ങനെ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ അന്ന് വൈകുന്നേരം ഞാൻ പോസ്റ്റ് ചെയ്ത അന്ന് തന്നെ പിറ്റേന്ന് വൈകുന്നേരം, തലേന്ന് വൈകുന്നേരമാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. പിറ്റേന്ന് ഒരു ഉച്ചയായപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അഞ്ജു ആണെന്ന് തോന്നുന്നു, അഞ്ജുരാജ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഞ്ജുരാജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മനോജിനെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും, നിങ്ങൾ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം തോന്നി. ഏഷ്യാനെറ്റ് എന്നല്ല വിളിക്കുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് അവനെ കണ്ടെത്തി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു സഞ്ചിയൊക്കെ പിടിച്ചിട്ട് ഒരു കീറി മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ട്, കാലിലൊരു മുറി, ഒരു വ്രണമൊക്കെ ഉണ്ട്. വർഷങ്ങളായിട്ട് ഒരു വ്രണമൊക്കെ കൊണ്ടൊക്കെ നടക്കുക. ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല. ഞാൻ പോയിട്ടില്ല. എന്നെ അഞ്ജുരാജ് വിളിച്ചല്ലേ, ഏഷ്യാനെറ്റിൽ നിന്നാ പോയത്. അവര് പോയി അവിടുന്ന് അവനെ പരിചയപ്പെട്ടു. അവനോട് പറഞ്ഞു, ഇങ്ങനെ ഫേസ്ബുക്കിൽ പാട്ട് വൈറലായിട്ട് വരികയാണ്, ശ്രീജിത്താണ് പാട്ടിട്ടത്, ശ്രീജിത്ത് ഇപ്പോൾ ലൈനിലുണ്ട്, ശ്രീജിത്തിനോട് സംസാരിക്കാൻ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ അവനോട് അവന് മനസ്സിലായി, എന്നെ മനസ്സിലായി. സംസാരിക്കുമ്പോൾ മാനസിക അസ്വസ്ഥ ഉള്ളതായിട്ട് തോന്നില്ല. പാട്ട് പാടുമ്പോഴും നല്ല വൃത്തിയായിട്ട് പാട്ടൊക്കെ പാടുന്നു, നല്ല വൃത്തിയായിട്ട്. അന്ന് കോളേജ് പഠിക്കുന്ന കാലത്ത് ഇവൻ ആളുകളുടെ ഒരു ആരാധനാപാത്രമായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അത്രയും നല്ല സുമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അത്രയും നല്ലൊരു മിടുക്കനായിട്ടുള്ളൊരു രക്ഷയായിരുന്നു. അപ്പൊ ഇവൻ തന്നെയാണ് പലർക്കും ഞങ്ങളെ കോളേജ് ഗ്രൂപ്പിൽ ഈ വീഡിയോ വന്നിട്ട് ആർക്കും അവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. എനിക്ക് ഈ ശബ്ദം കേട്ടപ്പോഴാണ് ഇത് മനോജ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. ഗ്രൂപ്പിൽ ആരോട് ചോദിച്ചിട്ട് ആർക്കും അവനെ പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ ഏഷ്യാനെറ്റിൽ നിന്ന് നേരിട്ടാണ് വിളിക്കുകയും അവര് ഇന്റർവ്യൂ ചെയ്യുകയും ഇവരോട് സംസാരിക്കുകയും, അങ്ങനെ ആ ഇത് കണ്ടിട്ട് എന്നെ വേറൊരു സിനിമയിൽ നിന്ന് ഒരു ഓറ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിന്റെ സംവിധായകൻ എന്നെ വിളിച്ചു, അതിന്റെ മ്യൂസിക് ഡയറക്ടറും വിളിച്ചു. മനോജിന് സിനിമയിൽ ഒരു പാട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമായി, ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അതും ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയുകയും അതും വൈറലായി. പിന്നെ അതിനുശേഷം വിവിധ ചാനൽ, മാതൃഭൂമി ചാനൽ വിളിച്ചു, റിപ്പോർട്ടർ ചാനൽ, 24, പിന്നെ ന്യൂസ് ചാനലുകളുടെ ഒരു പ്രവാഹമായിരുന്നു. ഇവനെ കണ്ടാല് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇവന്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കാൻ തിരക്ക് കൂട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അതൊരു റീ എൻട്രി ആയിരുന്നു അവന് കിട്ടിയത്. ഒരു കാലത്ത് അവനങ്ങ് ഒതുങ്ങിപ്പോയി. അതിന്റെ മാനസിക പിരിമുറുക്കവും അവന് വേദികൾ കിട്ടാത്തതിന്റെ ഒരു ഇത്. പിന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ ഒരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ മെന്റൽ പേഷ്യന്റ് ആണ്. ആ വീട്ടിൽ ഇവർ തനിച്ചാണ്. അവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങനെ ഇവനെ അലഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ 2-3 സിനിമയിൽ. അതിന്റെ ഇടയ്ക്ക് വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സാർ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്ക് മനോജിനെ കാണണം, മനോജിന് ഒരു പാട്ട് ഞങ്ങൾ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്,
ഒരു ഓഡിഷൻ ഉണ്ട് എറണാകുളത്ത്, നിങ്ങൾ എന്തായാലും വരണം, ഇന്ന് വൈകുന്നേരം അവിടെ എത്തണം എന്ന് പറഞ്ഞു. വണ്ടി വരെ അയച്ചു, എറണാകുളത്ത് നിന്ന് പേരാമ്പ്രയ്ക്ക് വണ്ടി അയച്ചു. ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞിട്ടില്ല അത്, കാരണം പടം ഇറങ്ങുന്നതിന് മുമ്പ് പക്ഷെ പടമൊക്കെ ഇറങ്ങി. പക്ഷെ നിർഭാഗ്യവശാൽ അവൻ ആ പടത്തില് ആ വോയിസ് അവന് സൂട്ടായില്ല, അവർക്ക് എന്തോ അറിയില്ല. പക്ഷെ അവൻ അവിടെ പാടി നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. ശങ്കർ മഹാദേവ് അല്ല ശ്രീരാം, പാലക്കാട് ശ്രീരാം പാട്ട് പാടിയത്. അങ്ങനെ സാറിനൊക്കെ പരിചയപ്പെടാനും അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ കേരളം വേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, വിവിധ ഗ്രൂപ്പുകളിലും പത്രത്തിലും ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇതൊരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. നമ്മള് എന്താ പറയാ അങ്ങനെ ചെയ്തായിരുന്നു. പക്ഷെ അത് അവനും രണ്ട് സിനിമയിൽ ഇപ്പം പാടിയല്ലോ. ഇനിയും ഒരു സിനിമയും കൂടെ ഉണ്ട്. എനിക്കൊരു തമിഴ് സിനിമയിൽ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫിലിം പാടി, ഒരു തമിഴ് ഫിലിമിൽ പാടിയിട്ടുണ്ട്. അത് പാടി വെച്ചിരിക്കുകയാണ്. അത് പുറത്ത് ആരോടും പറയരുത്, ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് പാട്ട് പുറമെ കേൾപ്പിച്ചിട്ടില്ല. പാട്ട് എന്റെ കയ്യിലുണ്ട്, നല്ലൊരു പാട്ടാണ്. വ്യവസായിച്ചിട്ട് അത് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എല്ലാം ഒരു സമയമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ ആൽബം സോങ് അല്ലേ, ആൽബം സോങ് ഇപ്പം കുറെ ആൽബം സോങ്ങുകൾ പാടിയത്. അപ്പോ പുതുതായിട്ട് ഏതെങ്കിലും വർക്ക് ഉണ്ടോ ഇപ്പൊ? ഇപ്പം പുതിയതായിട്ട് കുറച്ച് പാട്ടുകൾ ചെയ്യുന്നുണ്ട്. പേരാമ്പ്രയിൽ തന്നെ ഒരുപാട് യുവ എഴുത്തുകാരുണ്ട് ഇവിടെ പേരാമ്പ്രയിൽ, ഇല്ലേ? പേരാമ്പ്രയിൽ അറിയപ്പെടുന്ന രൂപേഷ് പണിക്കർ, പിന്നെ റഷീദ് KC, അതുപോലെ ജനാർദ്ദൻ മേഘപ്പറ്റ, അങ്ങനെ നിരവധി അഖിൽജി ബാബു, ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, മ്യൂസിക് ചെയ്ത് പാടിയിട്ടുണ്ട്. പുതിയതായിട്ട് വരാനുണ്ട്. അപ്പൊ എല്ലാവരും നല്ല എഴുത്തുകാരാണ്, നല്ല ഭാവിയുള്ള പേരാമ്പ്രയ്ക്ക് എന്തായാലും നല്ല ഒരുപാട് എഴുത്തുകാരുണ്ട് ഇപ്പം വളർന്നു വരുന്നത്. സാറിന്റെ വിദ്യാർത്ഥികളില് രചയിതാക്കൾ ഉണ്ടാവുമല്ലോ, അവരില് ആരുടെങ്കിലും രചനകൾ സാർ മ്യൂസിക് ചെയ്യോ പാടുകയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ സംഗീതം പഠിപ്പിക്കുന്ന കുട്ടികളിൽ പലരും എഴുത്തുകാരുണ്ട്. അപ്പോ പിന്നെ അതില് ബിന്ദു സിത്താര എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് ഉണ്ട്. അവരുടെ ഒരു രചനയിൽ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ, ശിഷ്യയുടെ പിന്നെന്ന് പറയാനുള്ളത്, പിന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി വിജയശ്രീ രാജീവ് അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്, ഒരു അവാർഡ് ജേതാവും കൂടിയാണ്. ഇപ്പൊ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിജയശ്രീ ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള ഒരു രചനയ്ക്ക് സംഗീതം നൽകിയിട്ട് പാടാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. പറയാൻ പറഞ്ഞത് വളരെ നല്ലൊരു പാട്ടാണ്. നല്ല വിഷ്വലായിട്ട് അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ചേച്ചി ഒരു ദിവസം എൻ്റെ അടുത്ത് കുറച്ച് വരികൾ വന്നിട്ട്, മാഷെ ഇതൊന്ന് പാടിത്തരുമെന്ന് ചോദിച്ചു. ഞാൻ പാടി കൊടുത്തു. അപ്പൊ അത് ചേച്ചിക്ക് അത് മ്യൂസിക് ചെയ്ത് പുറത്തിറക്കണം എന്നാണ്. അപ്പൊ അതിന്റെ പണിപ്പരലാണ് ഇപ്പോൾ. അപ്പൊ അത് നല്ലൊരു വർക്കായിട്ട് അകലാപുഴയെ വർണ്ണിക്കുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള ഗാനം അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. സംഗീത ലോകത്തിലേക്ക് മാഷ് കൈപിടിച്ചേർത്തിയ ഗുരുക്കന്മാരുണ്ടല്ലോ, ഗുരുക്കന്മാരെ കുറിച്ച് മാഷിന്? ഗുരുക്കന്മാര് ആണ് ശരിക്കും ആ ഗുരുബോധവും ഗുരുത്വവും തന്നെയാണ് ശരിക്കും എന്നെ ഈ ഒരു ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വരെ ഒരു യോഗ്യനാക്കി തീർത്തു എന്നുള്ളതാണ്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക്. സ്കൂൾ കാലഘട്ടം മുതൽ സ്കൂളിലൊക്കെ എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടും പദ്യം ചൊല്ലിപ്പിക്കുന്ന ടീച്ചർമാരെ വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പാട്ട് പഠിപ്പിക്കാനായിട്ടില്ലെങ്കിലും ക്ലാസ്സിൽ നിന്ന് ഈണത്തിൽ ശ്രീജിത്ത് ഒരു പാട്ട് പാടും, അല്ലെങ്കിൽ ഈണത്തിൽ ചൊല്ലും. പിന്നെ ബെഞ്ചിനടിച്ച് പാടുന്നത് കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് മേശയ്ക്ക് അരികിൽ നിർത്തിയിട്ട് എന്നെ പാടിച്ച ടീച്ചർമാരെയൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. ഈ കാലത്ത് സംഗീത കോളേജിൽ എത്താൻ എനിക്ക് പ്രേരണയായ എൻ്റെ ഗുരു സതീശൻ നമ്പൂതിരി ചെരണ്ടത്തൂർ. അദ്ദേഹം പറഞ്ഞു തന്ന ബാലപാഠങ്ങൾ, സ്വരങ്ങൾ, ഗീതം, അത് തന്നെയാണ് എനിക്ക് അവിടെ ഇന്റർവ്യൂവിൽ പാടിയിട്ട് എനിക്ക് അവിടെ ഇന്റർവ്യൂവിൽ അഡ്മിഷൻ കിട്ടുന്നത്. അതിനുശേഷം പാലക്കാട് സംഗീത കോളേജിൽ തന്നെ അധ്യാപകന്മാർ കാവുംകോട്ടം വാസുദേവൻ സാറ്, വെള്ളിനേഴി ഉണ്ണികൃഷ്ണൻ സാറ് അദ്ദേഹം മരിച്ചുപോയി, അനന്തരാമ സാറ്, പിന്നെ പിന്നണി ഗായിക, ചലച്ചിത്ര പിന്നണി ഗായിക ലതിക ടീച്ചറൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഓരോ എൻ്റെ പാട്ടുകളും അല്ലെങ്കിൽ എൻ്റെ ഓരോ ഉയർച്ചയിലും എന്നെ ഇപ്പോഴും വിളിച്ചിട്ട് എനിക്ക് അഭിനന്ദനം അറിയിക്കുകയും ശ്രീജിത്ത് അന്ന് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പം കിട്ടുന്നത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ദൈവം സഹായിച്ചിട്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട്
പോകുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസവും ആത്മധൈര്യവും. ശ്രീരാഗം മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ മറ്റ് പല സ്ഥാപനങ്ങളും ഇല്ലേ മാഷ് പഠിപ്പിക്കുന്നത്? ആ സ്ഥാപനങ്ങളെ കുറിച്ചൊന്ന് പറയും. ഞാൻ പേരാമ്പ്രയിൽ ശ്രീരാഗം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് എല്ലാ ഞായറാഴ്ചയും ക്ലാസ്. അല്ലാതെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യണം. ഇപ്പൊ പേരാമ്പ്ര കൊയിലാണ്ടി മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ പേരാമ്പ്ര ഭാരതീയ കൊയിലാണ്ടി ഭാരതീയ വിദ്യാഭവനത്തിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പേരാമ്പ്ര സെന്റ് ഫ്രാൻസിസില്. പിന്നെ നമ്മുടെ ശ്രീരാഗത്തിന്റെ ഒരു ബ്രാഞ്ച് കൊയിലാണ്ടിയില് ഉണ്ട്. കൊയിലാണ്ടിയിലെ ശ്രീരാഗത്തിന്റെ ഒരു ബ്രാഞ്ച് കഴിഞ്ഞ വർഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ശ്രീരാഗം തന്നെയാണല്ലേ കൊയിലാണ്ടി? അവിടെ ഒരു 10-35-40 കുട്ടികൾ അവിടെയുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ സമയം എടുക്കാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് പേരാമ്പ്രയിലാണ് കൂടുതലും ടൈം. സംഗീതം അല്ലാതെ മറ്റേതെങ്കിലും കലാരംഗത്ത് കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മിമിക്രി മോണാക്റ്റൊക്കെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുന്ന ആളുകളൊക്കെ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിത്രം വരയ്ക്കായിരുന്നു. വരെ പഠിച്ചിട്ടില്ല, ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ചിത്രം വരയ്ക്കായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നോക്കി വരയ്ക്കും. വേറെ പെയിന്റിംഗ് ഒന്നും അറിയില്ല. അത് പിന്നെ അതിന്റെ ബേസിക് പാഠങ്ങളൊന്നും പഠിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി എത്ര ധാരണയില്ല. എന്നാലും വരയ്ക്കും. മകൻ അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു. പക്ഷെ പാട്ടിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് പറയുന്നത് വേറെ, അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ വേറെയാണ്. അപ്പം മ്യൂസിക്കിലോട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പാടുമായിരുന്നു. സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കലാപ്രതിഭയ്ക്കായിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ, ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൻ ചിത്രം വരയ്ക്കും. മകളും ചിത്രം വരയ്ക്കും. മകള് ഡാൻസ് നന്നായി ചെയ്യും. പാട്ട് പാടില്ല. ഒരുപാട് സ്റ്റുഡിയോകളിൽ ഇപ്പൊ പാടിയല്ലോ അല്ലെ? അപ്പോ അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് മാഷിനുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പാലക്കാട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു CD അല്ലെങ്കിൽ ഒരു കാസറ്റിൽ, അന്ന് കാസറ്റ് ആയിരുന്നല്ലോ ഉണ്ട്, കാസറ്റിൽ കവറിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ എൻ്റെയും വരണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുഞ്ഞു ഫോട്ടോ അതിൻ്റെ മുകളിൽ കാണാൻ ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഈ കലാമേഖലയിൽ അല്ലെങ്കിൽ ഈ കാസറ്റ് ഇറക്കുന്ന ആളുകളൊക്കെ ഒരുപാട് സമീപിച്ചിട്ടുണ്ട്. ഞാൻ ഒരു അവസരം തരുമോ, ഒരു പാട്ട് പാടാൻ അവസരം തരുമോ എന്ന് ചോദിച്ചിട്ട്. അന്ന് എനിക്ക് ബാലുശ്ശേരിയുള്ള നവോദയ ബാലകൃഷ്ണ മാഷ് എൻ്റെ പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ച് ഒരു കാസറ്റിൽ എനിക്കൊരു അവസരം നൽകിയിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ അനുഭവം. അത് മഞ്ചേരി ആവാസ് സ്റ്റുഡിയോൻ്റെ പേര് വരെ എനിക്ക് പോകുന്നു. 2002 മഞ്ചേരി ആവാസ് സ്റ്റുഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നത്. അന്നാണ് ആദ്യമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാണുന്നത്. ഭയങ്കര ഒരു ഇതായിരുന്നു. ആ സ്റ്റുഡിയോ ബൂത്ത്, കൺസോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് മാഷ് തന്നെ ഒരു പാട്ട് പാടിച്ച്, ഡാൻസിൻ്റെ ഒരു പാട്ടാണ്, നാടോടി നൃത്തത്തിൻ്റെ ഒരു പാട്ടായിരുന്നു. സോളോ സോങ് ആണ്. അതിൽ നമ്മൾ അജയേട്ടൻ പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നണി ഗായകരൊക്കെ അതിൽ പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ട് എനിക്ക് തന്നു. ആ പാട്ട് കേസറ്റായിട്ട് നാടോടി നൃത്ത ഗാനങ്ങൾ, നടനോത്സവം എന്നാണ് ആ കേസറ്റിന്റെ പേര്. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വൈറ്റ് കവറിൽ നീല എഴുത്തായിട്ട് നടനോത്സവം. ആ കേസറ്റ് മാഷ് എനിക്ക് ആദ്യമായിട്ട് കൊണ്ടു തന്നു. ഇതാണ് നിന്റെ ഫോട്ടോ ഉള്ള കേസറ്റാണ് ഇതെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. ആ കേസറ്റ് ഇവിടെ പേരാമ്പ്ര എളമാരംകുളകര ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ ഭഗവതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പൂജിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യത്തെ ഗാനം ഒരു ഡാൻസിൻ്റെ പാട്ടാണെങ്കിലും എൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാവുന്ന എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് പാട്ട്. അതിനുശേഷം ആ പാട്ട് കേട്ടിട്ട് വേറൊരു ഈ മേഖലയിലുള്ള വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊരു കാസറ്റിൽ 3 പാട്ട് പാടാനുള്ള അവസരമുണ്ട്. അതിന് കുറച്ച് സാമ്പത്തികം ചിലവാകും. അപ്പോൾ ആ സാമ്പത്തികം നീ തരികയാണെങ്കിൽ നിനക്ക് പാട്ട് പാടിക്കാം എന്ന് പറഞ്ഞു. അന്ന് 10,000 രൂപയാണ് ചോദിച്ചത്. അന്നത്തെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ 1,00,000-ന്റെ മുകളിൽ വാല്യൂ ഉള്ള സമയമാണ്. അപ്പോൾ 10,000 രൂപ എന്നോട് പറഞ്ഞു, 3 പാട്ട് നിനക്ക് ചാൻസ് ഉണ്ട്. ബാക്കി 3 പാട്ടുകൾ ജയചന്ദ്രൻ, ബാക്കി 3 പാട്ടുകൾ വേണുഗോപാൽ. 3, 6, 9 പാട്ടാണ് ഒരു CD-യിലുള്ളത്. അപ്പോൾ ജയചന്ദ്രന് 3 പാട്ടുണ്ട്, വേണുഗോപാലിന് 3 പാട്ടുണ്ട്, 3 പാട്ട് നിനക്കുണ്ട്. 10,000 രൂപ തരണം. അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പാട്ട് പാടാനായിരുന്നു ആഗ്രഹം. പക്ഷെ
ഞാൻ പറഞ്ഞു എനിക്ക് 3 പാട്ട് വേണ്ട, 1 പാട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7000 രൂപ തന്നാൽ മതി. അങ്ങനെ ഞാൻ അന്ന് ട്യൂഷൻ എടുത്ത, അന്ന് ഓരോ വീട്ടിലും പോയിട്ട് ട്യൂഷൻ എടുക്കും. ഒരു കുട്ടീൻ്റെ അടുത്ത് 100 രൂപയായിട്ട് മാസം കിട്ടുക. ഒരു കുട്ടീൻ്റെ അടുത്ത് ഒരു മാസം 100 രൂപ കിട്ടുക. അങ്ങനെ 5-6 കുട്ടികളുടെ വീട്ടിൽ ട്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഈ ട്യൂഷൻ കിട്ടുന്ന പൈസ ഞാൻ സ്വരൂപിച്ച് വെക്കും. അങ്ങനെ വെച്ച് ഇവരെന്നെ വിളിക്കും, പൈസ ആയോ ചോദിച്ചു. അങ്ങനെ ഞാൻ പൈസ ഏകദേശം 7000 രൂപ അവിടെ നിന്ന് വൃത്തിയാക്കി സ്വരുക്കൂട്ടി വെച്ച് ഞാൻ ഇവരെടുത്ത് കൊടുത്തിട്ട് എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പാട്ട് പാടിച്ചു. അങ്ങനെ 3 പാട്ട് പാടിച്ചു. അതിൽ ബാക്കി പാട്ടുകൾ ഞാൻ ട്രാക്കും പാടി. 9 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. 9 ബാക്കി പാട്ടുകൾക്ക് ട്രാക്കും പാടി. വേണുഗോപാലിന് പാടാനുള്ളതും ജയേന്ദ്ര സാറിന് പാടാനുള്ളതും ട്രാക്ക് പാടി. അങ്ങനെ 1 വർഷമായി ആ പാട്ടിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഞാനിവരോട് ചോദിക്കും, പാട്ട് റെഡിയായെന്ന് ചോദിക്കുമ്പോൾ അത് റെഡിയാവും, അടുത്തന്നെ റെഡിയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 1-2 വർഷത്തിന് ശേഷം ഞാൻ അറിഞ്ഞു ആ കാസറ്റിൽ മുഴുവൻ പാട്ടുകളും വേണുഗോപാലും ജയേന്ദ്ര സാറും മാത്രമാണ് പാടിയത്. അതിലൊരു പാട്ട് പോലും എനിക്ക് തന്നില്ല. അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ ആ കാസറ്റ് സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ആ കാസറ്റ് ഇറങ്ങിയിട്ടില്ല. ജയേന്ദ്ര സാറിന് അവര് നല്ല എമൗണ്ടാണ് മുടക്കിയത്. അതുപോലെ വേണുഗോപാൽ സാറിനും അവിടെ തിരുവനന്തപുരത്ത് പോയിട്ടായിരുന്നു റെക്കോർഡിങ്. ഞാൻ അറിഞ്ഞിട്ടില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് ആരുടെയോ ഫോട്ടോ എന്തോ കണ്ടിട്ടാണ് ഞാൻ അന്ന് ഫേസ്ബുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ എന്തോ ഓർക്കൂട്ടോ അങ്ങനെ എന്തോ ഇതൊക്കെ ആയിരുന്നു അന്ന്. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിൽ ഞാൻ ജയേന്ദ്ര സാറിൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചാൽ സംഭവം. അങ്ങനെ പിന്നീട് വേറെ ആൾക്കാർ വഴിയായി ഞാൻ അറിഞ്ഞു ഈ പാട്ട് അവർ പാടിക്കഴിഞ്ഞു. 9 പാട്ടും റെക്കോർഡിങ് കഴിഞ്ഞു. അതിലെനിക്ക് പാട്ടൊന്നുമില്ല. എൻ്റെ പൈസയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പൈസയ്ക്ക് തിരിച്ച് ചോദിച്ചു, പക്ഷെ പൈസ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടേ വിചാരിച്ചു ഞാൻ. പക്ഷെ ആ കാസറ്റ് ഇന്നേ വരെ വിളിച്ച് കണ്ടിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ പാടിയ പാട്ട്, ഞാൻ ട്രാക്ക് പാടിയ പാട്ട് എൻ്റെ കയ്യിൽ പോയിട്ടുണ്ട്. ആ ട്രാക്ക് പാടിയത് അത് ഒറിജിനൽ വോയിസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് അവർ തന്നത്. പക്ഷെ അത് ട്രാക്കായിരുന്നു, പിന്നീടാണ് അറിഞ്ഞത്. അനുഭവമായാലും ഇപ്പൊ ഒരുപാട് മുന്നോട്ട് വന്നല്ലോ, നല്ല ഗായകനായി അറിഞ്ഞല്ലോ. ഒത്തിരി ആൽബങ്ങൾ, ഒത്തിരി വർക്കുകൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹം. ഭക്തിഗാനങ്ങള്, മുത്തപ്പന്റെ ഭക്തിഗാനങ്ങൾ, അയ്യപ്പ ഭക്തിഗാനങ്ങള് ഇപ്പം ചോറ്റാനിക്കര അമ്മയുടെ ഒരു പാട്ട് പഠിത്ത് ചെയ്യാൻ പോവാണ്. എൻ്റെ മ്യൂസിക് ചെയ്യാൻ പോവാണ്. ഞാൻ തന്നെയാണ് പാടുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. നമ്മുടെ കോഴിക്കോട് നഗരം ഇപ്പം സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒട്ടേറെ കഴിവുകളുള്ള കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ പ്രഗത്ഭരായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ പ്രോത്സാഹനം നൽകാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സാറിൻ്റെതായ സംഭാവനയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ല നമ്മുടെ വേൾഡിൽ തന്നെ യുനെസ്കോ പദവി സാഹിത്യ നഗരത്തിനുള്ള ഇന്ത്യയിൽ അല്ലെ സാഹിത്യ നഗരത്തിനുള്ള യുനെസ്കോ പദവി നൽകി അംഗീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയെ. ഈ കോഴിക്കോട് ജില്ലയിൽ നിരവധി എഴുത്തുകാർ, നിരവധി കലാകാരന്മാർ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കാത്ത ഒത്തിരി ആളുകൾ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ
കോഴിക്കോട് ജില്ലയിൽ. തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ തുടർന്ന് വരുന്ന ഈ പ്രവർത്തനങ്ങൾ ഇനിയും എനിക്ക് കുറച്ചും കൂടെ ഊർജത്തോടെ ആർജവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവരായാലും ഇപ്പം പാട്ട് പഠിക്കാൻ വരുന്ന മുതിർന്ന ആളുകൾ വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഗായകരായിട്ടൊന്നുമില്ല. പക്ഷെ ചെറുപ്പത്തിൽ അവർക്ക് അവസരങ്ങൾ കിട്ടാതിരുന്ന കാലത്ത് ഇപ്പോൾ അവർക്ക് അവസരങ്ങൾ ഒന്ന് പറ്റിയാലൊന്ന് ഒരു വേദിയിൽ പാടണം, അല്ലെങ്കിൽ ഒരു രണ്ടുപേരും മൂളണം എന്നൊക്കെ വിചാരിച്ച് എന്നൊരു ആഗ്രഹത്തിലാണ് അവർ സംഗീതം പഠിക്കാൻ വേണ്ടി. അതെ, ജന്മസിദ്ധമായ കഴിവുകൾ അവർക്ക് പണ്ട് കാലത്തൊന്നും അങ്ങനെ ഒരു രീതിയിലൊന്നും അവസരങ്ങൾ കിട്ടിയിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഇനിയും ഒരുപാട് വേദികളും ഒത്തിരി അവസരങ്ങളുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് പ്രോത്സാഹനം നൽകാൻ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഒത്തിരി ആളുകളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞാനെന്ന ഒരു ചെറിയ കലാകാരൻ ഈ രീതിയിലെങ്കിലും നാലാൾ അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ട് അല്ലെങ്കിൽ സംഗീതാധ്യാപകനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വേറൊരു അനുഭവം കൂടെ എനിക്കുണ്ടായത്, എൻ്റെ ഫേസ്ബുക്കിൽ പാട്ട് ഞാൻ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് പാട്ടുകൾ വൈറലായിട്ടുണ്ട്, കുറേ കുട്ടികൾ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആളുകൾ എന്നെ ഫോൺ വിളിക്കാറുണ്ട് പല ജില്ലകളിൽ നിന്നും. അധികവും എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, ആലുവ, അങ്ങനെ പല ജില്ലകൾ, കണ്ണൂർ, കാസർഗോഡ്, എല്ലാ ജില്ലകളിൽ നിന്നും ഫോൺ വിളിക്കാറുണ്ട് എന്നെ. ഇന്നലെ ഒരു ആള് എന്നെ നേരിട്ട് കാണാൻ ശ്രീരാഗത്തിലേക്ക് വന്നു. അതും കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊട്ടിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അതിരാവിലെ പുറപ്പെട്ടാണ്. അതായത് ഇന്നലെ ശ്രീരാഗത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് മാഷെ ഒന്ന് കാണാനും ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നതെന്നാണ്. അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളാണ്. അതൊക്കെ ദൈവാനുഗ്രഹം കൂടിയാണ്. അപ്പൊ അത്രയും ദൂരത്ത് നിന്ന് അദ്ദേഹം ബസ്സിൽ ഇവിടെ വന്നിട്ട് നമ്മളെ ചെറുപ്പക്കാരൻ, ഞാൻ ചോദിച്ചു പാട്ട് പാടും, പാടാൻ അത്യാവശ്യം പാടാറുണ്ട്, വേദികളൊന്നും അങ്ങനെ പാടിയിട്ടില്ല എന്നൊന്നും. അപ്പോൾ അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ശ്രമങ്ങൾ ഇനിയും തീർച്ചയായിട്ടും ഉണ്ടാകും. മാഷിന്റെ വിലപ്പെട്ട ഇത്രയും സമയം നമുക്ക് വേണ്ടി, ഇന്ത്യൻ ട്രൂത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് സ്നേഹം, സന്തോഷം. ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം, ഒരു പാട്ട് കൂടി. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമാ ഓ പായയിൽ. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമാ ഓ പായയിൽ. ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ. മുത്തുമണിത്തോവൽ തരാ, അല്ലിത്തളിരാട തരാ, നറുപൂവിതളിൽ മധുരം പകരാ, ചെറുപൂങ്കാറ്റ മെല്ലെത്താരാട്ട എൻ കരളിൽ ഉറങ്ങും കണ്ണീർ കുരുവികളെ. മുത്തുമണിത്തോവൽ തരാ, അല്ലിത്തളിരാട തരാ. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച ശ്രീജിത്ത് സാറിനെ ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്താനും പിന്നണി ഗാനരംഗത്തും സംഗീത ലോകത്തും സാറിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി. ഇത്രയും നേരം ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നത് ഷൈമ മനോജ്, എഴുത്തുകാരിയാണ്. ഞാൻ വിജയശ്രീ രാജീവ്. എല്ലാവർക്കും സ്നേഹം, നന്ദി.